മുറിവ് കരിഞ്ഞു കുഞ്ഞേ? കരിഞ്ഞു. ഇന്ന് പൊയ്ക്കൊള്ളാൻ ഡോക്ടർ പറഞ്ഞു. നിങ്ങളുടെ സ്നേഹവും ശുശ്രൂഷയും ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെ സഹായിക്കാൻ ഒരുങ്ങിയതുകൊണ്ടാണ് ഗോവിന്ദപിള്ള കൊല്ലപ്പെട്ടത്. ഒന്നുറങ്ങിയതുകൊണ്ട് നേരം വിളിക്കില്ലല്ലോ. സാർ ഇത്രയും ദിവസം ആശുപത്രിയിൽ കിടന്നിട്ടും വീട്ടിൽ നിന്ന് ഒരാള് പോലും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഓ, അവിടെ കല്യാണമായിരുന്നല്ലോ. അല്ലെങ്കിൽ തന്നെ ആര് വരാനാ? അമ്മ പോരാനൊരുങ്ങിയാലും അവര് വിടില്ല. അന്നത്തെ ആ സംഭവം കാരണമായിരിക്കും സാറിന്റെ മുറപ്പെണ്ണ് ചേട്ടനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത്. ഏത് സംഭവം? സാറിന്റെ ചേട്ടനൊരു വെപ്പാട്ടിയുണ്ട്, ശാന്തവുമായി. അവളാണ് സാറിനെ മുറി വന്ന് വിരട്ടിയിട്ട് പോയത്. കഷ്ടകാലത്തിന് ആ പെണ്ണ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോ സാറിന്റെ മുറപ്പെണ്ണ് ഈ മുറിയുടെ വാതിൽക്കൽ വന്നിരുന്നു. ലേഖ ഇവിടെ വന്നിരുന്നോ? വന്നിരുന്നു സാറേ. ആ പിഴച്ച പെണ്ണിനോട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് കരഞ്ഞോണ്ട് പോകുന്ന കണ്ടു. ഈ ശാന്തകുമാരിയുടെ വീട് നാരായണൻകുട്ടിക്ക് അറിയാം? അറിയാം സാർ, അവളങ്ങ് മാവേലിക്കരയാണ്. എനിക്ക് അവളെ ഒന്ന് കണ്ട് ചില കാര്യങ്ങൾ അറിയണം. ഇന്ന് തന്നെ പോവാം സാർ. അവള് ഭർത്താവിനെ കാണാൻ പോയിരിക്കുക. ഭർത്താവ് എന്ന് പറഞ്ഞാൽ? സാർ അറിയില്ല, ജയമോഹനൻ എന്ന് പറയും. ഇന്ന് എന്തായാലും രണ്ടിലൊന്ന് തീരുമാനിക്കുമെന്ന് പറഞ്ഞ അവള് പോയിരിക്കുന്നത്. അങ്ങനെ ആയാ കൊള്ളില്ലല്ലോ. എന്താ, എന്ത് പറ്റി? അവരുടെ എസ്റ്റേറ്റ് കാര്യത്തിലെന്ന് പറഞ്ഞു വന്നുവെന്നാണ് അവർ തമ്മിൽ അടുപ്പത്തിലായത്. വലിയ പണക്കാരനാണെന്ന് പറഞ്ഞ അവളെ രജിസ്റ്റർ കല്യാണവും കഴിച്ചത്. ഇപ്പൊ ഒരു കൊച്ചുമായി, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയില്ല. അതെന്താ? തിരക്കിയപ്പോഴല്ലേ അറിയുന്നത് സ്വത്ത് മുഴുവനും അമ്മാവന്റെ മകളുടെ വകയാ. അവളെ കല്യാണം കഴിച്ച സ്വത്ത് മുഴുവൻ നമുക്ക് കിട്ടും. സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു ബംഗ്ലാവ് വെച്ച് നിന്നെ താമസിച്ചു കൊള്ളാവിടെയെന്ന് പറഞ്ഞ അവളെ നിർത്തിയിരുന്നത്. ഇന്നാള് വിളിച്ചോണ്ട് പോയി ഏതാണ്ടൊക്കെ വേഷം കെട്ടിച്ചു. എന്നിട്ട് ഒത്തിരി തല്ലി മേടിച്ചോണ്ട് അവള് തിരിച്ചു വന്നത്. ഏതായാലും പെര പണിയാനുള്ള കാശ് മേടിച്ചോണ്ടേ വരൂ. അവളെ എന്തിനാ തിരക്കിയത്? വിശേഷിച്ച് കാര്യമൊന്നുമില്ല. ഇതിലേ പോയപ്പോ ഇതുവഴി ഒന്ന് കയറിയെന്നേ ഉള്ളൂ. വരട്ടെ ചേച്ചി, ചിക്കിക്കോ. വന്നട്ടെ സാർ. ഒരു കഴുത്തുഞ്ഞരിച്ച് കൊന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അച്ഛനൊരു പോലീസുകാരനായിരുന്നിട്ട് പോലും അതിന്റെ പേരിൽ എന്തെങ്കിലും നടപടി നടന്നു? നമ്മള് പാവങ്ങളാ മോളെ. നമ്മുടെ കണ്ണീര് കാണാൻ ദൈവം മാത്രമേ ഉള്ളൂ. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ നമ്മളിങ്ങനെ ഇരുന്നാ മതിയോ അമ്മേ? സഹായത്തിന് ഒരാൾ പോലും ഇല്ലാത്തവരാണ് മോളെ നമ്മൾ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ലമ്മേ. ദൈവം ചില കാര്യങ്ങൾ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കും. മറ്റുള്ളവർക്കൊരു പാഠമായിരിക്കാം.